ഇപ്പോൾ ശ്രീ ജോർജ് പൊടിപ്പാറ കൂടി മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ പൊടിപ്പാറ, ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞ സാധാരണ ഇക്കാര്യങ്ങളിലൊക്കെ ഹൈക്കമാൻഡിൻ്റെ അനുമതിയോടെ തീരുമാനത്തോടെ വരുന്നതാണ് എന്ന് വെച്ചാൽ എല്ലാ നേതാക്കളും അങ്ങനെ വരുന്ന കാര്യങ്ങൾ അറിയേണ്ട മുതിർന്ന നേതാക്കൾ, പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന നേതാക്കൾ അറിയും. സാധാരണ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു കൂടിയാലോചനയോടെ ഇക്കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് പാർട്ടിയിലെ പതിവ് എന്നുകൂടിയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്, ഇന്ന് രാവിലെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നടന്നു വരുന്ന പല കാര്യങ്ങളും ആ നിലയിലല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതല്ലേ അതിൻ്റെ ഒരു സൂചന രമേശ് ചെന്നിത്തല തരുന്നത്? എനിക്ക് തോന്നുന്നത് ഇതിപ്പോ രാഷ്ട്രീയകാര്യ സമിതി യോഗം വളരെ നാളുകൾക്ക് ശേഷം ചേരുന്നു. ആ സമിതി യോഗത്തില് ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. ആ കൂട്ടത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചുള്ള ഇത് പറയുന്നു. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പാർട്ടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കഴിഞ്ഞ തവണ 21 സീറ്റുകളിലാണ് ജയിച്ചത്. 63 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നതിൽ 63 സീറ്റുകളിൽ എങ്കിലും വിജയസാധ്യതയുണ്ട്. ആ 63 സീറ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് പാർട്ടിക്ക് വേണ്ടത് എന്ന് പറയുന്നത്. ഇനിയിപ്പോ രഹസ്യ സർവേയുടെ അടിസ്ഥാനത്തിലാണോ അതല്ല അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണോ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ശ്രീ പൊടിപ്പാറ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ, അതായത് ഇങ്ങനെ ഒരു നടപടിയാണ് ഈ 60-ൽ പരം മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള നടപടികളാണ് വേണ്ടത് എന്നൊരു നിർദ്ദേശമായിരുന്നുവെങ്കിൽ പി അനിൽകുമാർ അതിനെ ചോദ്യം ചെയ്യില്ല. ഇക്കാര്യങ്ങൾ തീരുമാനിക്കാൻ താങ്കൾ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നത് എങ്ങനെ എന്ന നിലയിലേക്കൊരു ചോദ്യം വരുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചില നീക്കങ്ങൾ നടത്തിയെന്ന് രാഷ്ട്രീയകാര്യ സമിതിയെ അറിയിക്കുമ്പോഴാണ് പ്രശ്നം ഉടലെടുത്തത്. അതിനർത്ഥം KPC പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല, രാഷ്ട്രീയകാര്യ സമിതിയിൽ മുൻപ് ചർച്ചയുണ്ടായിട്ടില്ല, താങ്കൾ തന്നെ പറഞ്ഞ പോലെ കാലങ്ങൾക്ക് ശേഷം ചേരുന്നു, ഹൈക്കമാൻഡിൻ്റെ അനുമതിയും വാങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശം വെക്കുകയല്ല, ഇങ്ങനെ നീങ്ങുന്നു എന്ന് രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് അഡ്വാൻസായി അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചപ്പോഴാണ് അത് ചോദ്യം ചെയ്യപ്പെട്ടത്. അതിൻ്റെ തുടർച്ചയിലാണിപ്പോൾ അതൊരു സർവേ കൂടിയായിരുന്നു എന്നത് വരുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അറിയാമല്ലോ, ഇപ്പോൾ ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിക്കുക എന്ന് പറയുമ്പോൾ അവിടേക്കൊരു സ്ഥാനാർത്ഥി എന്നുള്ള ഒരു വ്യക്തമായ ആലോചന വരും, താല്പര്യങ്ങൾ വരും. അപ്പോൾ ഇതെല്ലാം കോൺഗ്രസിൻ്റെ ഒരു ജനാധിപത്യ രീതി അനുസരിച്ച് നേതാക്കളുടെയൊക്കെ താല്പര്യങ്ങളും ആലോചനകളും അവരുടെ അഭിപ്രായങ്ങളും ഒന്നും എടുക്കാതെ ഈ മണ്ഡലങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവ് ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യക്കാരായവരെ സ്ഥാനാർത്ഥികളായി വരാം, അല്ലെങ്കിൽ അവരോട് കൂടുതലായി ചില മണ്ഡലങ്ങൾ ശ്രദ്ധിക്കാൻ പറയുക, അങ്ങനെ ഒരു ഏകപക്ഷീയ സ്വഭാവത്തോടെ മറ്റു നേതാക്കളുമായി ആലോചിക്കാതെ പോകുന്നു എന്ന് പറയുന്ന ഒരു ഗുരുതര രാഷ്ട്രീയ വിമർശനം പ്രതിപക്ഷ നേതാവ് നേരിടുകയല്ലേ ഇപ്പോൾ? ശരത്ത് പറയുന്നത് ഈ പറഞ്ഞ ആ ആംഗിളിൽ വേണമെങ്കിൽ ഈ കാര്യങ്ങളെ കാണാം. അതായത് ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അറിയാതെ, അല്ലെങ്കിൽ പാർട്ടിയെ നയിക്കുന്ന KPCC അധ്യക്ഷൻ ശ്രീ സുധാകരൻ അറിയാതെ, മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ അറിയാതെ ഈ രീതിയിൽ ഒരു വിലയിരുത്തൽ നടത്തുകയോ അല്ലെങ്കിൽ സർവേ നടത്തിയോ അതെനിക്ക് ഉറപ്പില്ല. ആ കാര്യത്തെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല, ആധികാരികമായിട്ട് പറയാൻ എനിക്ക് പറ്റില്ല. അദ്ദേഹം ഒരു സർവേയുടെ അടിസ്ഥാനത്തിലാണോ ഈ കാര്യങ്ങൾ പറഞ്ഞത്, അതോ അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തലാണോ, ഈ വോട്ടിന്റെ കണക്കുകളൊക്കെ വെച്ചുകൊണ്ട് നടത്തിയ ഒരു വിലയിരുത്തലാണോ അവിടെ സാധ്യതകൾ ഉണ്ടെന്ന് അദ്ദേഹം എത്തിച്ചേർന്നൊരു നിഗമനം എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇതിനകത്ത് VD സതീശനെ വേണമെങ്കിൽ അദ്ദേഹം പാർട്ടി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടിയിൽ മറ്റുള്ളവരെ ഒതുക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ആരോപണം ഉന്നയിക്കുമ്പോഴും അല്ല, അത് ആരോപണമാണോ? കെ സുധാകരൻ മാറണം, പൂർണ്ണമായ പുനഃസംഘടന വേണം എന്ന് പറയുന്ന അഭിപ്രായമുള്ള ആളല്ലേ പ്രതിപക്ഷ നേതാവ്? അതൊരു രഹസ്യമല്ലല്ലോ. സ്വാഭാവികമായിട്ടും അതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായിട്ട്, പ്രതിപക്ഷ നേതാവായിട്ട് ഭാവിയിൽ പാർട്ടിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരാള്, അദ്ദേഹം ആ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ നടത്തിയിട്ട് നമുക്ക് സാധ്യതയുള്ള 61 മണ്ഡലങ്ങളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. പാർട്ടിക്ക് കൂടി അത് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് ഒപ്പം വളരെ സുപ്രധാനമായ പദവിയിലിരിക്കുന്ന മറ്റു നേതാക്കൾക്ക് എന്തേ ബോധ്യപ്പെടാത്തത് എന്ന് പറയുന്നിടത്തല്ലേ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ എവിടെയോ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതേണ്ടത്? രമേശ് ചെന്നിത്തലയും പറഞ്ഞത് അതിൻ്റെ അദ്ദേഹം പരസ്യമായി പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലാണ് പറഞ്ഞതെങ്കിലും ശ്രീ പൊടിപ്പാറ, ഓരോന്ന് ആലോചിച്ച് നോക്കൂ, ഹൈക്കമാൻഡാണ് ഇക്കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കേണ്ടത്, അങ്ങനെ ഇതിൽ വന്നിട്ടില്ല എന്നതിൻ്റെ രണ്ടാമത്തെ വരി. സാധാരണ ഇക്കാര്യങ്ങളിലൊക്കെ കൂടിയാലോചന ഉണ്ടാകാറുണ്ട് എന്ന് വെച്ചാൽ ആ കൂടിയാലോചനകളില്ലാതെ ചില തീരുമാനങ്ങളും മുന്നോട്ട് പോക്കും ഇവിടെ നടക്കുന്നു എന്നതിൻ്റെ രണ്ടാമത്തെ വരി. ഇതല്ലേ ഇതിലെ പ്രശ്നം? ഈ പറയുന്ന ഇപ്പൊ ചെന്നിത്തല അങ്ങനെ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, പല ഘട്ടത്തിലും ചെന്നിത്തല സ്വന്തം നിലയ്ക്കാണല്ലോ പത്രസമ്മേളനം നടത്തുന്നത്.
ചെന്നിത്തലയാണല്ലോ പല കാര്യങ്ങളും പല ആരോപണങ്ങളും ഉന്നയിക്കുന്നത്. KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ അല്ല പല ആരോപണങ്ങളും അല്ല, അത് പുതിയ കാര്യവുമല്ല. കഴിഞ്ഞ തവണ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ കഴിഞ്ഞ തവണ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പ് PT തോമസ് വാർത്താ സമ്മേളനം നടത്തുന്നു, മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനം നടത്തുന്നു. ഈ പതിവ് കോൺഗ്രസിലുണ്ടല്ലോ. പക്ഷേ സംഘടനാ തീരുമാനങ്ങൾ എന്നുള്ളതല്ലേ ശ്രീ പൊടിപ്പാറ പ്രശ്നം? ഞാൻ ചോദിക്കുന്നത് ശരത്തെ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഇരിക്കുമ്പോൾ രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുന്നതിനൊന്നും സതീശൻ ചോദ്യം ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് അങ്ങനെയുള്ള ഒരു ഇതില്ലല്ലോ. സതീശൻ ഇപ്പൊ ഒരു എന്താ പറയാ, ഇപ്പൊ നമുക്കറിയാം കനുകൂലുവിന്റെ സർവേ നടക്കുന്നതായിട്ട് പുറത്തു വരുന്നു. ഹൈക്കമാൻഡ് തന്നെ അല്ലാതെ തന്നെ 2 സർവേകൾ നടത്തുന്നതായിട്ട് സർവേ സംഘങ്ങൾ കേരളത്തിലെത്തി എന്നുള്ള വാർത്ത വരുന്നു. ഇവരിൽ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ടുകൂടി ആകാമല്ലോ വേണമെങ്കിൽ സതീശന് ഇങ്ങനെ ഒരു ഇത് ഞാൻ ന്യായീകരിക്കുന്നില്ല. ഇതൊക്കെ കൂടിയാലോചനകളിലൂടെ തർക്കം ഉണ്ടാകാത്ത രീതിയിൽ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഒരു ഏകോപിത സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്നതാണ് പാർട്ടിക്ക് ആവശ്യം അത് അങ്ങനെ കാര്യങ്ങളെ കൊണ്ടുപോകാൻ സതീശന് കഴിയുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, അങ്ങനെ നേതാക്കളുടെ പൊതുവായ പിന്തുണ സതീശന് ആർജിക്കാനായിട്ടുണ്ടോ? അതൊരു പക്ഷേ ഈ പറഞ്ഞ താങ്കൾ പറയുന്നിടത്ത്, ശരത്ത് പറയുന്നിടത്ത് ന്യായമുണ്ട്. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ, അതിന്റെ ഉദ്ദേശശുദ്ധിയെ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ അനിൽകുമാറിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വിമർശനം ഉണ്ടാകേണ്ടി വരികയും VD സതീശന് പ്രസംഗം നിർത്തി ഇരിക്കേണ്ടി വരികയും ചെയ്യില്ലായിരുന്നു. പിന്നീട് അദ്ദേഹം പ്രസംഗിക്കാൻ തയ്യാറായതുമില്ല. പക്ഷെ ഇതിനകത്ത് ആത്യന്തികമായിട്ട് കാണേണ്ട ഒരു കാര്യം, ഇതൊന്നും പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് കുറെ കൂടി ഒരു ശാസ്ത്രീയ സ്വഭാവത്തോടുകൂടി പാർട്ടിയെ ഏത് രീതിയിൽ പ്രവർത്തിക്കണം, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു മാർഗനിർദ്ദേശം മുന്നോട്ട് വെക്കാൻ VD സതീശനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യണോ എന്നുള്ള ചോദ്യം ഞാൻ ഉന്നയിക്കുന്നത് അതിന്റെ ഉദ്ദേശസ്ഥിതി കണക്കിലെടുത്തുകൊണ്ടാണ്. അതായത് പാർട്ടി ജയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ ഇത്തരം സാങ്കേതികത്വം പറഞ്ഞ് എല്ലാറ്റിനെയും എതിർക്കുന്ന ഈ ഭൂപ്രമ തർക്കത്തിലേക്ക് പോകാതെ പാർട്ടി അതിന്റെ യഥാർത്ഥ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പകരം സതീശന്റെ രക്തത്തിന് വേണ്ടിയാണ് മറവളി കൂട്ടുന്നതെങ്കിൽ പാർട്ടിയുടെ രക്തം അല്ല, ആ പറഞ്ഞത് സതീശനും ബാധകമല്ലേ? അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി ഇന്ന് രാഷ്ട്രീയ കേരളം മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന് K.സുധാകരനെ മാറ്റണം. ആ K.സുധാകരനെ മാറ്റുന്നതിലടക്കം മുമ്പ് പറഞ്ഞതുപോലെയുള്ള സർവേകളുടെയും ഫീഡ്ബാക്കിന്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കുറേ പേരുകളുണ്ട്, അതിൽ നിന്ന് ആളെ സെലക്ട് ചെയ്യണം എന്ന് പറയുന്ന വാർത്തകളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെയും പ്രശ്നം ആ രൂപത്തിൽ നിൽക്കുകയാണ്. ഒരു കാരണക്കാർ അവിടെ മറ്റൊരു ചോദ്യമുള്ളത്, ഇപ്പോ ഇദ്ദേഹത്തെ മാറ്റണം അല്ലെങ്കിൽ K.സുധാകരനെ മാറ്റണം എന്ന് സതീശൻ പറയുന്നതായിട്ട് നമ്മൾ പറയുന്നു. സതീശൻ പരസ്യമായിട്ട് അങ്ങനെ ഒരു ഇതില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിച്ചെടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അതിനെ ഹൈക്കമാൻഡ് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് മനസ്സറിയാനുള്ള രീതിയിൽ ഇപ്പൊ പറഞ്ഞ ദീപാദാസ് മുൻഷി കൃത്യമായിട്ട് നേതാക്കളെ വിളിച്ചിട്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് വേണ്ടത് എന്ന രീതിയിൽ ആരെയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു നേരിട്ടുള്ള ഒരു ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഹൈക്കമാൻഡിന് ചില കാര്യങ്ങളിൽ ബോധ്യമുണ്ട്. ഇന്നലെ തന്നെ നമ്മുടെ ചർച്ചകളിൽ തന്നെ ചിലർ പറഞ്ഞ്, അതായത് നമ്മുടെ ഒരു നിരീക്ഷകൻ തന്നെ പറഞ്ഞത്, അദ്ദേഹത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നമുണ്ട്, അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പാർട്ടിയെ എന്താ പറയാ ശക്തമായിട്ട് മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തടസ്സമാകുമോ എന്നുള്ള ചിന്ത പല കോണുകളിലുണ്ട്. അദ്ദേഹത്തിന് തന്നെയും ഉണ്ട് ഒരു പരിധി വരെ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം അഭികാമ്യമായിരിക്കും. അദ്ദേഹത്തിന് അക്കോമഡേഷൻ ഉണ്ട്, MP ആണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ മുതിർന്ന നേതാവ് എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ പരിഗണനയൊന്നും നഷ്ടപ്പെടുന്നില്ല. പക്ഷെ പാർട്ടിയെ നയിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അഗ്രസീവായിട്ട്, കുറച്ചുകൂടി എന്താ പറയാ ഡൈനാമിസം വേണ്ടി വരും. അദ്ദേഹം കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും. അതിന് അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു പ്രശ്നം എല്ലാവരുടെയും ഉള്ളിലുള്ളൊരു കാര്യമാണ്. അത് സതീശൻ പറയുന്നത് കൊണ്ട് തെറ്റാകുന്നില്ല. പക്ഷെ പാർട്ടിയുടെ ഒരു ആവശ്യമായിട്ട് അത് മാറുന്നെങ്കിൽ അത് സതീശൻ മാത്രമല്ല മറ്റു പലരുടെയും ഉള്ളിലുള്ള ഒരു ചിന്തയാണ്. ഇതെല്ലാം സതീശന്റെ മേൽ മാത്രം കെട്ടിവെക്കുന്നിടത്താണ് എന്തൊക്കെയോ ചില ഉദ്ദേശങ്ങളുണ്ട് എന്ന തോന്നൽ വരുന്നത്. നന്ദി ശ്രീ പൊടിപ്പാറ ഞങ്ങളോട് സംസാരിച്ചതിന്.